കഥയെ ആരംഭിക്കുന്നത് കാർട്ടൂൺ രാജ്യമായ ആൻഡലേസിയിൽ നിന്നുമാണ്. അവിടുത്തെ രാജ്ഞിയായിരുന്നു നരീസ. തന്റെ അധികാരവും ശക്തിയും ഒക്കെ നിലനിർത്താൻ നരീസ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. തന്റെ സ്റ്റെപ്പ് സണ്ണായ പ്രിൻസ് എഡ്വാർഡ് മറ്റൊരു വിവാഹം കഴിച്ചാൽ തന്റെ രാജ്ഞി പദവിയും അധികാരങ്ങളും ഒക്കെ നഷ്ടപ്പെടും എന്ന് ഭയന്നിരുന്ന അവർ സ്റ്റെപ്പ് സണ്ണായ എഡ്വാർഡ് വിവാഹത്തിലേക്കോ പ്രണയത്തിലേക്കോ ഒന്നും പോവാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. രാക്ഷസന്മാരായ ട്രോൾസിനെ വേട്ടയാടലായിരുന്നു എഡ്വാർഡിനു വേണ്ടി നരീസ ചുമതലപ്പെടുത്തി കൊടുത്തത്. എഡ്വാർഡും ട്രോൾസിനെ വേട്ടയാടി അത്തരത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രണയത്തിലേക്കൊന്നും എഡ്വാർഡിന്റെ ശ്രദ്ധ പോവാതിരിക്കുവാൻ തന്റെ വിശ്വസ്ത സേവകൻ നെഥാനിയലിനെയും നരീസ ഏർപ്പാട് ചെയ്തിരുന്നു. അതേ ലോകത്ത് തന്നെയായിരുന്നു ജിസൽ എന്നു പേരുള്ള സുന്ദരിയായ പെൺകുട്ടിയുണ്ടായിരുന്നത്. തനിക്ക് വരാൻ പോകുന്ന രാജകുമാരനെപ്പറ്റി ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന, എന്നും ആ രാജകുമാരനൊപ്പം സന്തോഷത്തോടെ ജീവിക്കും എന്നാഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ പാട്ടുപാടി സംസാരിക്കുന്ന അവൾ അവരുടെ കൂട്ടുകാരിയും കൂടിയായിരുന്നു. അങ്ങനിരിക്കെയാണ് കാടിനകത്ത് ഒരിക്കൽ വേട്ടയാടിക്കൊണ്ടിരുന്ന ഡാനിയൽ ജിസേലിന്റെ പാട്ട് കേൾക്കാൻ ഇടയാകുന്നത്. പാട്ട് കേട്ടതും അവന് വലിയ കമ്പം തോന്നി. ഒരു ട്രോളിനെ ആക്രമിച്ചവൻ ബന്ദിയാക്കിയിരുന്നു. നെഥാനിയേലും ഒപ്പമുണ്ട്. ജിസലിന്റെ പാട്ട് കേട്ട് ജിസലിനെ തിരഞ്ഞ് അവൻ പോവാൻ തുടങ്ങി. ജിസലിനെ എഡ്വാർഡ് കണ്ടാൽ പ്രശ്നമാവുമല്ലോ എന്ന് ചിന്തിച്ച നെഥാനിയേലാകട്ടെ ട്രോളിനെ മോചിപ്പിച്ചു. ജിസേലിനെ കൊന്നേക്കാൻ പറഞ്ഞു. രാക്ഷസൻ ട്രോളും അത്തരത്തിൽ ജിസേലിനെ കൊല്ലാൻ പുറപ്പെടുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ട്രോളിൽ നിന്ന് രക്ഷ നേടുവാൻ ജിസേല് നോക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ കൃത്യസമയം എഡ്വാർഡ് എത്തി ജിസേലിനെ രക്ഷപ്പെടുത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവർക്കും പ്രണയം തോന്നുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ആ വിവരം രാജ്ഞിയായ നരീസ അറിഞ്ഞിരുന്നു. വിവാഹം നടന്നാൽ തന്റെ അധികാരമൊക്കെ നഷ്ടപ്പെടുമോ എന്നു ഭയന്ന നരീസ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങി. ജിസേല് പോകുന്ന സമയം ഒരു മന്ത്രവാദിനിയുടെ രൂപത്തിൽ ജിസേലിന്റെ മുമ്പിലെത്തി അവളെ തെറ്റിദ്ധരിപ്പിച്ച് വെള്ളച്ചാട്ടമുള്ള വലിയൊരു കിണറ്റിലേക്ക് തള്ളിയിടുന്നു. താഴെ വെള്ളത്തിലേക്ക് വന്നു പതിച്ച അവൾ പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ച് എവിടെയോ എത്തിച്ചേർന്നിരുന്നു. നോക്കുമ്പോ ആനിമേറ്റഡ് ക്യാരക്ടറായ അവൾ ജീവനുള്ള ശരീരമായി മാറിയിരിക്കുന്നു. വീണെടുത്തു നിന്നും വെട്ടം വരുന്ന ഒരിടത്തേക്ക് അവൾ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോഴോ അത് ന്യൂയോർക്ക് നഗരമായിരുന്നു. ഏറ്റവും തിരക്കേറിയ ടൈം സ്ക്വയർ തന്നെ. താനിതെവിടെയായി എത്തിപ്പെട്ടത് എന്ന് ജിസേലിന് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളാകെ പാനിക്കാവാൻ തുടങ്ങി. മറുവശത്ത് അവിടുണ്ടായിരുന്ന ആളുകളാകട്ടെ പെട്ടെന്നൊരു കല്യാണ വസ്ത്രം ധരിച്ച പെണ്ണ് അങ്ങനെ ഡ്രെയിനേജിനുള്ളിൽ നിന്ന് കയറി വരുന്നത് അതിശയത്തോടെ നോക്കിക്കണ്ടിരുന്നു. ജനങ്ങളൊക്കെ വലിയ തിരക്കിലാണ്. ജിസേൽ ആൾക്കാരോട് ആൻഡലേസിയയിലേക്ക് എങ്ങനെ പോവണ്ടേ, എഡ്വാർഡിനെ ആരെങ്കിലും അറിയുമോ, കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അവിടുത്തെ ആളുകളോട് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ആരും തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സമയം ഒരുപാട് പിന്നിട്ട് രാത്രിയായി. റോഡെല്ലാം വിജനമായി. ജിസേലിന് ഭയം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പിച്ചക്കാരനെ പോലെ തോന്നിച്ച ഒരാളുടെ അടുത്ത് ചെന്ന് അവൾ അതേ കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അയാളാകട്ടെ ജിസേലിന്റെ തലയിൽ വെച്ചിരുന്ന കിരീടവും എടുത്ത് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. പാവം ജിസേൽ ആകെ വല്ലാതായി. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. പെട്ടെന്നാണ് അവിടെ മഴ പെയ്യാൻ തുടങ്ങിയത്. ജിസേലിന്റെ കാര്യം കൂടുതൽ കഷ്ടത്തിലായി. മറുവശത്ത് അതേ ന്യൂയോർക്ക് നഗരത്തിൽ ജീവിക്കുന്ന റോബർട്ട് എന്ന വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. റോബർട്ട് ഒരു വക്കീലായിരുന്നു. അന്ന് ഒരു ഡിവോഴ്സ് കേസിന്റെ കാര്യമാണ് റോബർട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ കപ്പിൾസ് ആകട്ടെ അവന്റെ ഓഫീസിലിരുന്ന് തന്നെ വലിയ തോതിൽ വഴക്കിടുകയാണ്. റോബർട്ടും ഭാര്യയും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡിവോഴ്സ് ആയതാണ്. റോബർട്ടിന് മോർഗൻ എന്ന പേരുള്ള ഒരു മകളുമുണ്ട്. തന്റെ മകൾക്ക് ഒരമ്മ വേണം എന്നാഗ്രഹിച്ചിരുന്ന റോബർട്ട് നിലവിൽ തന്റെ ഗേൾഫ്രണ്ടായ നാൻസിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കാര്യം മകൾ മോർഗനോട് അവൻ സംസാരിക്കുന്നുമുണ്ട്. മോർഗനാണെങ്കിൽ റോബർട്ട് അങ്ങനെ വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷെ നാൻസി തന്നെ നോക്കുമോ എന്നൊരാശങ്ക അവൾക്കുണ്ടായിരുന്നു. റോബർട്ടും മകളും അന്ന് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ റോബർട്ട് മകൾക്ക് ഒരു ബുക്കൊക്കെ ഗിഫ്റ്റ് ചെയ്തു. ഇതേ സമയം മറുവശത്ത് ജിസേലാകട്ടെ മഴയൊക്കെ നനഞ്ഞ് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് കാർട്ടൂൺ രീതിയിലുള്ള ഒരു കട്ടൌട്ട് ബോർഡ് അവൾ കണ്ടത്. ഒരു കൊട്ടാരത്തിന്റെ ചിത്രം. ദേ കൊട്ടാരം എന്ന് ചിന്തിച്ച ജിസേൽ അവിടെ ചെന്ന് ആരോടെങ്കിലും സഹായം ചോദിക്കാൻ പറ്റും എന്ന് കരുതി അതിനു മുകളിലേക്ക് പിടിച്ചു കയറുകയാണ്. ആ കട്ടൌട്ടിന്റെ മുമ്പിൽ നിന്ന് അതിനുള്ളിലുള്ളവരോട് സഹായം ചോദിച്ച് ജിസേൽ സംസാരിക്കുന്നുമുണ്ടായിരുന്നു. ഈ സമയമാണ് അവൾക്ക് പിന്നിലായി റോബർട്ടും മോർഗനും സഞ്ചരിക്കുന്ന കാർ വന്ന് നിന്നത്. കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ മോർഗൻ പെട്ടെന്ന് രാജകുമാരിയുടെ വേഷത്തിലുള്ള ജിസേലിനെ കാണുന്നുണ്ട്. ഫെയറി ടെയിലൊക്കെ വലിയ കമ്പമുള്ള മോർഗൻ ദേ രാജകുമാരി എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി. അത് കണ്ടതും പിന്നാലെ റോബർട്ടും. എന്താ കാര്യമെന്ന് ചോദിച്ച റോബർട്ടിനോട് മോർഗൻ മുകളിൽ നിൽക്കുന്ന രാജകുമാരിയുടെ വേഷം ധരിച്ച ജിസേലിനെ കാണിച്ചു കൊടുത്തു. നിലതെറ്റി ജിസേല് താഴേക്ക് വീഴാൻ പോവുകയായിരുന്നു. ഭാഗ്യവശാൽ റോബർട്ട് അവളെ താങ്ങിപ്പിടിച്ച് രക്ഷപ്പെടുത്തി. പിന്നാലെ റോബർട്ട് ജിസേലിനോട് നിങ്ങൾ ആരാ, ഇതൊക്കെ എന്താ എന്ന മട്ടിൽ തിരക്കി. ജിസേൽ
ജിസേൽ പറഞ്ഞു, ഈ നാടും ജനങ്ങളുമൊക്കെ ഒരുപാട് വ്യത്യസ്തരാ, ആരും സ്നേഹത്തോടെ സംസാരിക്കുന്നേയില്ല. വ്യത്യസ്തമായ ജിസേലിന്റെ സംസാരം കേട്ടതും റോബർട്ടിന് ഇതെന്താ എന്ന മട്ടിൽ തോന്നുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴ ലക്ഷണവും തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളാണ് എന്നാണ് റോബർട്ട് ആദ്യം കരുതിയത്. മകൾ മോർഗാനാണെങ്കിൽ രാജകുമാരിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുമുണ്ട്. എന്തായാലും റോബർട്ടും ചെറിയൊരു സഹായം ചെയ്യാൻ തീരുമാനിച്ചു. അവളെയും കൂട്ടിക്കൊണ്ട് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. വീട്ടിലേക്കെത്തിയപ്പോ അത്രയും നേരം നടന്ന കാര്യങ്ങൾ അത്രയും ഒരു ഫെയറി ടെൽ സ്റ്റോറി പോലെ ജിസേല് മോർഗാന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോർഗാൻ അത് ആസ്വദിച്ച് കേൾക്കുകയും ചെയ്തു. അങ്ങനെ അവർ വീടിനുള്ളിലേക്കെത്തി. റോബർട്ടിനാണെങ്കിൽ എത്രയും വേഗം അവളൊരു ടാക്സിയിൽ പറഞ്ഞുവിടണമെന്നായിരുന്നു. വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ റോബർട്ടിന് മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ അത്തരത്തിലെങ്ങനെ ഒരാളെ പറഞ്ഞുവിടുന്നേ എന്നൊക്കെ മോർഗാൻ പറഞ്ഞു. ഇതിനിടയിൽ ക്ഷീണിതയായിരുന്ന ജിസേലാകട്ടെ അവിടുത്തെ സോഫയിൽ കിടന്നുറങ്ങിപ്പോവുകയും ചെയ്തു. വീട്ടില് അങ്ങനെ ഒരാളെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ റോബർട്ട് മകളോട് സംസാരിച്ചെങ്കിലും ജിസേൽ അങ്ങനെ ഉറങ്ങുന്നു കണ്ടതും അവളെ അപ്പോ പറഞ്ഞുവിടാൻ റോബർട്ടിനും മനസ്സ് വന്നില്ല. മറുവശത്ത് പ്രിൻസ് എഡ്വാർഡും ചിപ്മങ്ക് പിപ്പും വിവരമറിഞ്ഞ് ജിസേലിനെ രക്ഷപ്പെടുത്താൻ കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു. അവരും ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലേക്കായിരുന്നു എത്തിച്ചേരുന്നത്. യഥാർത്ഥ ലോകത്തേക്ക് എത്തിയപ്പോ കാർട്ടൂണിലൊക്കെ വാതോരാതെ സംസാരിക്കുന്ന പിപ്പിന് സംസാരിക്കാനേ പറ്റുന്നില്ല. യഥാർത്ഥ ലോകത്തിലേക്ക് വന്ന എഡ്വാർഡാകട്ടെ ജിസേലിനെ എവിടെയാ അടിച്ചു വെച്ചിരിക്കുന്നത്, ജിസേൽ എവിടെയാ എന്നൊക്കെ തന്റെ വാളൊക്കെ കൊണ്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആളുകള് തങ്ങൾക്കറിയില്ലെന്ന് പറയുമ്പോ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് എഡ്വാർഡ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമൊക്കെ ഓടാനും തുടങ്ങി. രാവിലെ ജിസേൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് അവൾ ചുറ്റിലും നോക്കുമ്പോ റോബർട്ടിന്റെ വീട് മുഴുവൻ ആകെ കുളമായി കിടക്കുകയായിരുന്നു. അത് ക്ലീൻ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചവൾ ആൻഡലേസിയയിൽ വെച്ച് അവൾ പാടുന്ന പക്ഷികളെയും മൃഗങ്ങളെയും വിളിക്കുന്ന അതേ പാട്ട് പാടുകയാണ്. അതോടെ ന്യൂയോർക്ക് നഗരത്തിലെ പക്ഷികളും മൃഗങ്ങളുമൊക്കെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ജിസേലും അവരും കൂടി ഒന്നിച്ച് വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മോർഗനും ആ കാഴ്ച കണ്ട് ഞെട്ടുന്നുണ്ട്. പിന്നാലെ അവൾ അച്ഛൻ റോബർട്ടിനെ വിളിച്ചുണർത്തി കൊണ്ടുവന്നു. റോബർട്ട് നോക്കിയപ്പോ വീടിനുള്ളിൽ മുഴുവൻ ഓരോരോ മൃഗങ്ങളും പക്ഷികളും. എല്ലാത്തിനെയും റോബർട്ട് ഓടിച്ചുവിടാൻ നോക്കി. പിന്നാലെ റോബർട്ട് ജിസേൽ എവിടെയെന്ന് നോക്കുമ്പോ അവൾ കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. ഈ റൂം ഒരു മാജിക്കൽ റൂം പോലുണ്ട്, എന്തോരം സൗകര്യങ്ങളാ, ഈ വെള്ളം എവിടെന്നാ വരുന്നേ എന്ന തരത്തിലൊക്കെ ജിസേൽ റോബർട്ടിനോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ കേട്ടത്. മോർഗാൻ പോയി വാതിൽ തുറന്നു. എത്തിയിരുന്നത് നാൻസി ആയിരുന്നു, റോബർട്ടിന്റെ ഭാവി വധു. നാൻസി മോർഗാനോട് സംസാരിച്ച് വീടിനകത്തേക്ക് കയറി വരുമ്പോഴാണ് റോബർട്ടും ജിസേലും സംസാരിച്ചു നിൽക്കുവാണല്ലോ അവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ഇരുവരും കാല് തന്നെ വീണു. റോബർട്ടിന്റെ മുകളിലേക്കായിരുന്നു ജിസേൽ വന്നു വീണത്. ബാത്ത് ടവൽ ഉടുത്തിരുന്ന ജിസേൽ അത്തരത്തിൽ റോബർട്ടിന് മുകളിൽ വന്ന് വീണിരുന്നത് നാൻസി കണ്ടു. നാൻസി അത് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. നാൻസി അതോടെ റോബർട്ടിനോട് ദേഷ്യപ്പെടാനും തുടങ്ങി. ഇത് കണ്ട് ജിസേൽ ആകട്ടെ നാൻസിക്കടുത്ത് എഡ്വാർഡെന്നും കല്യാണമെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുവാണോ എന്നൊക്കെ ചോദിച്ച് നാൻസി റോബർട്ടിനോട് കൂടുതൽ വഴക്കടിച്ച് അവിടെ നിന്നിറങ്ങിപ്പോയി. റോബർട്ട് പിന്നാലെ ചെന്ന് അവൾ ആരാണെന്ന് തനിക്കറിയില്ല, പുറത്തുനിന്ന് കണ്ടതാ, സഹായിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നതാ എന്നൊക്കെ നാൻസിയോടുള്ള കാര്യം പറയാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും ചെവികൊള്ളാൻ തയ്യാറാവാതെ നാൻസി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോയി. തിരികെ വീട്ടിലേക്കെത്തിയ റോബർട്ട്, നീ ഇവിടെ നിന്നത് മതി, ഇവിടെ നിന്ന് പോകണം എന്ന് ജിസേലിനോട് പറഞ്ഞു. പിന്നാലെ നോക്കുമ്പോഴാകട്ടെ ജിസേൽ മറ്റൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നു, അതും ഭംഗിയായിട്ടുള്ള വസ്ത്രം. ഇതെവിടുന്ന് കിട്ടി എന്ന് ജിസേലിനോട് റോബർട്ട് ചോദിച്ചു. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവരുടെ കർട്ടൻ അതേ വസ്ത്രത്തിന്റെ രീതിയിൽ കീറിയെടുക്കപ്പെട്ടിരുന്നു. അത് തയ്ച്ചാണ് അവൾ ആ വസ്ത്രം ഉണ്ടാക്കിയത് എന്ന് റോബർട്ട് മനസ്സിലാക്കി. അതുകൂടി കണ്ടതോടെ റോബർട്ട് ജിസേലിനോട് വലിയ തോതിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. കാർട്ടൂൺ ലോകത്ത് ആരും ദേഷ്യപ്പെടാത്തതുകൊണ്ട് അത് കണ്ട് ജിസേലാകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ദേഷ്യമെന്നതും ഒരു ഫീലിംഗ്സ് ആണെന്ന് കേട്ട് റോബർട്ട് പറഞ്ഞതറിഞ്ഞ് ജിസേൽ അതിശയിക്കുന്നുമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാനിരുന്ന പെണ്ണ ഇവിടുന്ന് ദേഷ്യം പിടിച്ചു പോയത് എന്നുകൂടി അവൻ പറഞ്ഞപ്പോ, ആണോ, കഷ്ടമായി പോയല്ലോ. പക്ഷെ നിങ്ങക്ക് നിങ്ങളുടെ മനസ്സിലെ സ്നേഹം ഒരു പാട്ട് പോലെ പാടിക്കൂടായിരുന്നോ എന്ന് ജിസേൽ അവനോട് ചോദിക്കുവാണ്. ഇവൾക്ക് ശരിക്കും ഭ്രാന്താണോ അതോ അഭിനയിക്കുന്നതാണോ എന്ന് റോബർട്ട് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ജിസേലിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടതും റോബർട്ടിന് അവളോട് പാവം തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അവളോട് പിന്നെയൊന്നും പറഞ്ഞതുമില്ല. മറുവശത്ത് ജിസേല് ജീവനോടുള്ള കാര്യം തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ക്യൂൻ നെരീസ കണ്ടിരുന്നു. ജിസേലിനെ കണ്ടെത്തി എഡ്വാർഡ് തിരികെ കൊണ്ടുവന്ന പ്രശ്നമാവുമല്ലോ എന്ന് ചിന്തിച്ച നെരീസ എഡ്വാർഡ് അവളെ കണ്ടെത്തുന്നത് തടയുവാൻ വേണ്ടി തന്റെ വിശ്വസ്ത സേവകൻ നെഥാനിയേലിനെ യഥാർത്ഥ ലോകത്തേക്ക് അയക്കുകയാണ്. ഞാൻ ഇപ്പോ തന്നെ പോവാം എന്ന് പറഞ്ഞ് നെഥാനിയേൽ ഉടനടി കിണറ്റിലേക്ക് എടുത്തു ചാടി. അവനും ന്യൂയോർക്ക് നഗരത്തിൽ വന്നെത്തി. ഇതേസമയം എഡ്വാർഡ് ആകട്ടെ ജിസേലിനെ അന്വേഷിക്കുന്നു എന്ന പേരിൽ നഗരത്തിൽ കോലാഹലമുണ്ടാക്കുകയായിരുന്നു. മറുവശത്ത് റോബർട്ട് ആകട്ടെ തന്റെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടു ചെന്നു. ജിസേലും അവന്റെ കൂടെ പോയിരുന്നു. അന്നൊരു ഡിവോഴ്സ് കേസുണ്ട്. ഓഫീസിന്റെ റിസപ്ഷനിലേക്ക് എത്തിയപ്പോ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് റോബർട്ട് സംസാരിച്ചു. ഈ പെണ്ണ് എവിടെ നിന്നാ വന്നത് എന്നൊക്കെ അന്വേഷിച്ച് ഇവിടെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്താ
വേണ്ടതെന്ന് വെച്ച ചെയ്തേരെ എന്ന് റിസപ്ഷനിലുള്ള അസിസ്റ്റന്റിനെ പറഞ്ഞേൽപ്പിച്ച് റോബർട്ട് കേസിന്റെ കാര്യത്തിന് പോയി. മറുവശത്ത് നഥാനിയേൽ ആകട്ടെ അന്വേഷിച്ച് നടന്ന് ഒരു ഹോട്ടലിന്റെ അടുക്കളയിലേക്ക് എത്തിയിരുന്നു. അവിടെ പാത്രത്തിൽ തിളയ്ക്കുന്ന സൂപ്പ് വെച്ചിരുന്നു. മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ വെള്ളത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട് രാജ്ഞി നഥാനിയേലിനോട് സംസാരിക്കുകയാണ്. ജിസേലിനെ കണ്ടെത്തിയോ എന്ന് ചോദിച്ച അവർ നഥാനിയേലിന് വിഷം കലർത്തിയ 3 ആപ്പിൾ കൊടുത്തു. ആ ആപ്പിൾ കഴിച്ചാൽ അർദ്ധരാത്രി വരെ ഒരാൾ കിടന്നുറങ്ങിപ്പോവും. ആരും അയാളെ എഴുന്നേൽപ്പിക്കുന്നില്ലെങ്കിൽ രാത്രിയോടെ അയാൾ മരണപ്പെടും. രാജ്ഞി സർവന്റിനോട് സംസാരിക്കുന്നത് അവിടെത്തെ ഇരുന്ന പിപ്പ് കണ്ടിരുന്നു. പിപ്പിനെ പിന്തുടർന്ന് നഥാനിയേല് എഡ്വാർഡിന്റെ അടുത്തേക്കും എത്തി. പിപ്പ് ആകട്ടെ എഡ്വാർഡിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നഥാനിയേലിന്റെയും രാജ്ഞിയുടെയും ഗൂഢലക്ഷ്യങ്ങൾ അഭിനയിച്ചു കാണിക്കാനൊക്കെ നോക്കിയെങ്കിലും ഒന്നും എഡ്വാർഡിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ കേസിന്റെ കാര്യം കഴിഞ്ഞതും റോബർട്ട് പുറത്തേക്ക് വന്നു. ജിസേൽ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ജിസേലും റോബർട്ടും കൂടി പിന്നാലെ പുറത്തേക്ക് പോരുകയാണ്. മറുവശത്ത് എഡ്വാർഡും നഥാനിയേലും പിപ്പും കൂടി വീണ്ടും ജിസേലിനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. എഡ്വാർഡിനൊപ്പം കണ്ടാൽ ജിസേലിനെ കണ്ടാൽ കൊല്ലാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച നഥാനിയേൽ 2 വഴിക്ക് പോയി അന്വേഷിക്കാം എന്ന് എഡ്വാർഡിനോട് പറഞ്ഞു. അപ്പോഴാണ് അവരുള്ള ആ ഭാഗത്തുകൂടെ റോബർട്ടും ജിസേലും നടന്നു വന്നുകൊണ്ടിരുന്നത്. പിപ്പത് കാണുകയും ചെയ്തു. ഒപ്പം നഥാനിയേലും. പിപ്പത് എഡ്വാർഡിനോട് ആംഗ്യഭാഷയിലൊക്കെ പറയാൻ ശ്രമിച്ചപ്പോഴേക്കും അത് കണ്ടിരുന്ന നഥാനിയേൽ പിപ്പിനെ പിടിച്ച് തന്റെ കീശയിലാക്കി. പിന്നാലെ മറ്റൊരു പെൺകുട്ടി പോകുന്ന കണ്ടതും ദേ ജിസേൽ എന്ന് പറഞ്ഞ് എഡ്വാർഡിനെ അതിനു പിന്നാലെ നഥാനിയേൽ വഴിതെറ്റിച്ചു വിട്ടു. ഇതേ സമയം ജിസേലിനടുത്ത് കുറച്ച് പണം കൊടുത്ത റോബർട്ട്, നീ കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ടായി, എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ നീ പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരാൻ തുനിഞ്ഞു. അതിനു മുമ്പ് ജിസേൽ അവനോട് പറഞ്ഞു, എന്നോട് ഈ ലോകത്താകെ സ്നേഹത്തോടെ സംസാരിച്ചത് നിങ്ങൾ മാത്രമാ. ഞാൻ കാരണം കുറെ ബുദ്ധിമുട്ടുണ്ടായെന്നറിയാം. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ നല്ല മനസ്സിന് നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതും പറഞ്ഞ് ജിസേൽ അവിടെ നിന്ന് നടന്നു നീങ്ങി. ജിസേലാകട്ടെ കിട്ടിയ പണം എന്തു ചെയ്യണമെന്നറിയാതെ അവിടെയുള്ള ഓരോരുത്തർക്കായി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട റോബർട്ടിന് ജിസേലിന്റെ അവസ്ഥയിൽ പാവം തോന്നി. അവളെ അങ്ങനെ തനിച്ചുവിടാൻ മനസ്സു വരാതെ റോബർട്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു. ജിസേലിനോട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ രാജകുമാരനെ പറ്റി പറഞ്ഞല്ലോ, അവനെ എങ്ങനെ കണ്ടുമുട്ടിയത്? നിങ്ങൾ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ എന്നൊക്കെ ജിസേലിനോട് റോബർട്ട് ചോദിക്കുകയാണ്. ഡേറ്റിംഗ് എന്തെന്ന് ജിസേലിന് മനസ്സിലായില്ല. റോബർട്ട് ഡേറ്റിംഗ് എന്ന് വെച്ചാൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരാണും പെണ്ണും പുറത്തു പോയി കറങ്ങി നടന്നൊക്കെ പരസ്പരം അറിയാൻ നോക്കുന്നതാണ് എന്നവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഞാൻ രാജകുമാരനെ മിനിഞ്ഞാന്ന് കണ്ടു. ഇന്നലെ ഞങ്ങളുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നുവിട്ടുപോയി. ജിസേല് മറുപടി പറഞ്ഞതും റോബർട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട്. അവർ നടന്ന് അങ്ങനെ പാർക്കിലേക്ക് എത്തി. അവിടെ ഒരു കട നടത്തുന്ന ആളുടെ വേഷത്തിൽ നഥാനിയേൽ നിന്നിരുന്നു. ആപ്പിള് ചോക്ലേറ്റ് രൂപത്തിലാക്കി നിങ്ങളെപ്പോലുള്ള സുന്ദരികളായ പെൺകുട്ടികൾക്കുള്ള ഗിഫ്റ്റാണ് ഇതെന്ന് പറഞ്ഞ നഥാനിയേൽ അത് ജിസേലിന് കൈമാറി. ഈ സമയം നഥാനിയേൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു ചാടിയ പിപ്പ് അത് അവളോട് പറയാൻ ശ്രമിച്ചെങ്കിലും നഥാനിയേൽ വീണ്ടും പിപ്പിനെ അടച്ചുവെച്ചു. വിഷമടങ്ങിയ 3 ആപ്പിളിലൊന്ന് അങ്ങനെ ജിസേലിന്റെ കയ്യിൽ പെട്ടിരുന്നു. അവരിരുവരും സംസാരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. സംസാരത്തിന്റെ എക്സൈറ്റ്മെന്റിൽ വിവാഹത്തെപ്പറ്റി സംസാരിച്ചപ്പോ ജിസേൽ ഓരോന്ന് പറഞ്ഞ് കൈ ഉയർത്തിയതും കയ്യിൽ നിന്ന് ആപ്പിൾ തെറിച്ചുപോയി. വിവാഹത്തിൽ എപ്പോ വേണമെങ്കിലും പ്രശ്നമുണ്ടാകാം എന്ന് റോബർട്ട് പറഞ്ഞതും അങ്ങനെ പ്രശ്നമുണ്ടായ അതവരെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ എന്നായിരുന്നു ജിസേലിന്റെ ഭാഗം. എങ്ങനെ മനസ്സിലാക്കും? ദേഷ്യപ്പെട്ടു പോയത് നീയും കണ്ടതല്ലേ എന്ന തരത്തിൽ റോബർട്ട് ജിസേലിനോട് പറഞ്ഞതും ഒരു പാട്ടുപാടി പറയണം എന്ന് പറഞ്ഞ് ജിസേൽ പാട്ടുപാടാൻ ആരംഭിച്ചു. ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള പാട്ടൊക്കെയായിരുന്നു അത്. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതും നാൻസിയുടെ പിണക്കം മാറ്റാൻ ഒരു ബൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രാവുകളോട് സംസാരിച്ച് പ്രാവുകളുടെ സഹായത്തോടെ ജിസേൽ നാൻസിക്ക് റോബർട്ട് അയക്കുന്നതായി ഒരു ബൊക്കെ അയച്ചു. അധികം വൈകാതെ ബൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് പിണക്കം മാറിയ നാൻസി റോബർട്ടിനെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമായിരുന്നു ജിസേൽ ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് റോബർട്ട് മനസ്സിലാക്കുന്നത്. മറുവശത്ത് എഡ്വാർഡ് ആകട്ടെ ജിസേലിന്റെ പാട്ട് കേട്ട് ആവശ്യത്തേക്ക് എത്തിയിരുന്നു. അവൾക്കടുത്തേക്കെത്താൻ അവൻ ചാടിയിറങ്ങുമ്പോ സൈക്കിളുകാര് വന്നിടിച്ച് അവന്റെ കാലിന് പരിക്കുപറ്റി. നഥാനിയേലും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. നഥാനിയേൽ ഉടനടി രാജകുമാരൻ എഡ്വാർഡിനെയും കൂട്ടി അവിടെ ഒരു റൂം എടുക്കുകയാണ്. അവിടെ വെച്ച് പിപ്പ് വീണ്ടും എഡ്വാർഡിനോട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും നഥാനിയേൽ പിപ്പിനെ പൊക്കിയെടുത്ത് അത് തടഞ്ഞു. ആ സമയത്താണ് TV എഡ്വാർഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിശയത്തോടെ TV പരിപാടി നോക്കിക്കണ്ട എഡ്വാർഡ് ചാനൽ മാറ്റുമ്പോ അതിലൊരു സീരിയൽ വന്നു. അതിലൊരു പണക്കാരി തന്റെ വേലക്കാരനെ ചീപ്പായി കാണുന്ന പോലുള്ള സീൻസ് ഉണ്ടായിരുന്നു. അത് കണ്ട നഥാനിയേൽ ആകട്ടെ റാണി തന്നോട് ചെയ്യുന്നതും ഇത്തരത്തിലല്ലേ എന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. മറുവശത്ത് റോബർട്ടും ജിസേലും ആകട്ടെ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ കയറിയിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് വേഷം മാറി നഥാനിയേൽ കടന്നു വന്നു. വിഷം കലർത്തിയിരുന്ന ആപ്പിളിൽ നിന്ന് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി അത് ജിസേലിന് കുടിക്കാനായി അയാൾ സൗജന്യമായി കൊടുത്തു. പക്ഷേ ജിസേൽ അത് കുടിക്കുന്നതിന് മുമ്പ് നഥാനിയേലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന പിപ്പ് അത് തട്ടിയിടുകയാണ്. ആളുകൾ ബഹളം കൂട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ജിസേല് പിപ്പിനെ വാരിയെടുത്ത് ഇത് തന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു
പറഞ്ഞു. പിന്നാലെ ജിസേലിനെ അന്വേഷിച്ച് എഡ്വാർഡ് ഈ നഗരത്തിൽ വന്നിട്ടുണ്ട് എന്ന ആംഗ്യഭാഷയിലൂടെ പിപ്പ് അവളോട് പറയുകയാണ്. മൃഗങ്ങളുടെ ഭാഷയറിയാവുന്ന അവൾക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അടുത്തതായി രാജ്ഞിയുടെയും നെഥാനിയേലിന്റെയും കാര്യങ്ങൾ അവളോട് പറയുവാൻ പിപ്പ് ശ്രമിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നെഥാനിയേൽ അങ്ങോട്ടേക്ക് വന്ന് പിപ്പിനെ കൊല്ലാനുള്ള ശ്രമം ആരംഭിച്ചു. പിസയിൽ പെട്ടുപോയ പിപ്പിനെ എടുത്ത് നെഥാനിയേൽ തീയിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും പിപ്പ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതേ സമയം എഡ്വാർഡ് ആകട്ടെ അപ്പോഴും TV കാണുകയാണ്. റെസ്റ്റോറന്റിൽ പിപ്പ് വന്നുണ്ടാക്കിയ കോലാഹലം കാരണം അത് വാർത്തയായിരുന്നു. അത് കണ്ടുകൊണ്ട് എഡ്വാർഡ് അങ്ങനെ ഇരിക്കുമ്പോൾ ജിസേലിനെയും TVയിൽ കണ്ടു. TVയിൽ ജിസേല തന്റെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ റോബർട്ട് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും എഡ്വാർഡിന് ദേഷ്യം വന്നു. റോബർട്ടാണ് ജിസേലിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. പിന്നാലെ എഡ്വാർഡ് ന്യൂസിൽ കണ്ട അഡ്രസ്സിലേക്ക് വേഗത്തിൽ ചെല്ലുകയാണ്. അവിടെത്തി ഓരോ മുറിയിലും അവൻ മുട്ടിനോക്കാൻ തുടങ്ങി. പക്ഷേ എവിടെയും അവരെ കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. മോർഗാനാണെങ്കിൽ പിപ്പിനെന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന് വിചാരിച്ച് ദുഃഖിതയായിരുന്നു. പക്ഷേ ജിസേൽ മോർഗാനെ സമാധാനിപ്പിച്ചു. തന്റെ സുഹൃത്ത് സമർത്ഥനാണെന്നും അങ്ങനൊന്നും അവനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും ജിസേൽ മോർഗാനോട് പറഞ്ഞു. അവൾ തന്റെ മകളെ ആശ്വസിപ്പിക്കുന്നതും മറ്റും റോബർട്ട് ഏറെ സന്തോഷത്തോടെ നോക്കിക്കണ്ടിരുന്നു. രാത്രിയിൽ റോബർട്ട് ജിസേലിനോട് സംസാരിച്ചു. നീ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്കഥകൾ പോലെയാ തോന്നുന്നത്, വിശ്വസിക്കാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ രാജകുമാരൻ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ പോലും നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ എന്ന് റോബർട്ട് ജിസേലിനെ അറിയിച്ചു. പക്ഷേ ജിസേല് അതിൽ ദേഷ്യം കൊള്ളുകയായിരുന്നു ചെയ്തത്. തന്റെ എഡ്വാർഡ് തന്നെ അന്വേഷിച്ചു വരുമെന്നും തങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും എന്നുമൊക്കെ ദേഷ്യത്തിൽ അവൾ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തനിക്ക് ആദ്യമായി ദേഷ്യം വന്നു എന്ന് പറഞ്ഞ് ജിസേൽ സന്തോഷിക്കാനും ആരംഭിച്ചു. അവളുടെ ഈ കുട്ടിത്തം നിറഞ്ഞ സ്വഭാവത്തിലൊക്കെ റോബർട്ടിന് അവളോട് ഒരു താല്പര്യം തോന്നിയിരുന്നു. ജിസേലിന്റെ ഉള്ളിലും റോബർട്ടിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. പിറ്റേന്ന് റോബർട്ട് ജിസേലിനെ നോക്കുമ്പോ ജിസേല് ഫ്ലോർ മാറ്റിൽ നിന്ന് സുന്ദരമായൊരു വസ്ത്രം തനിക്കായി തുന്നിയെടുത്തിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജിസേലിനെ തിരിഞ്ഞ് എഡ്വാർഡ് എത്തിച്ചേരുന്നത്. എഡ്വാർഡിനെ കണ്ടതും ജിസേൽ അത്രമേൽ സന്തോഷിച്ചു. ഓടിപ്പോയി എഡ്വാർഡിനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് എഡ്വാർഡ് റോബർട്ടിനെ കാണുന്നത്. റോബർട്ടാണ് ജിസേലിനെ പിടിച്ചു വെച്ചിരുന്നത് എന്ന് ചിന്തിച്ച എഡ്വാർഡ് അവനെ ആക്രമിക്കാൻ ചെന്നെങ്കിലും ജിസേല് വേഗം ചെന്ന് തടഞ്ഞ് തന്നെ സഹായിച്ചതൊക്കെ റോബർട്ടാണെന്ന് എഡ്വാർഡിനെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നാലെ ജിസേലിനെ കണ്ട സന്തോഷത്തിൽ എഡ്വാർഡ് പാടാൻ തുടങ്ങി. പക്ഷേ എഡ്വാർഡ് പാടിക്കഴിഞ്ഞിട്ടും ജിസേല് തുടർന്നു പാടുന്നില്ല. നിനക്കിത് എന്താ പറ്റിയത് എന്ന് എഡ്വാർഡ് അവളോട് ചോദിച്ചു. ഉടൻ ജിസേല് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡേറ്റിങ്ങിന് പോണം. റോബർട്ട് പറഞ്ഞ് ഡേറ്റിംഗ് എന്താണെന്നൊക്കെ ജിസേൽ അതിനോടകം മനസ്സിലാക്കിയിരുന്നു. എഡ്വാർഡിനാണെങ്കിൽ ഡേറ്റിംഗ് എന്താണെന്ന് മനസ്സിലായതേയില്ല. പിന്നാലെ റോബർട്ട് അവൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവൾ എഡ്വാർഡിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എഡ്വാർഡും ജിസേലും പുറപ്പെടാനൊരുങ്ങുകയാണ്. മോർഗനുമായി പിരിയുന്നതും മറ്റും ജിസേലിനും സങ്കടമുണ്ടാക്കിയിരുന്നു. ദുഃഖിച്ച മോർഗാനെ ജിസേൽ സമാധാനിപ്പിച്ചു. ശേഷം യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. എഡ്വാർഡും ജിസേലും ഒന്നിച്ച് അവിടെ നിന്ന് പോകുന്നത് വാട്ടർ ക്യാനിലെ വെള്ളത്തിൽ പ്രത്യക്ഷപ്പെട്ട് മന്ത്രവാദിനി കൂടിയായ ക്യൂൻ നെരീസ് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറുവശത്ത് നെഥാനിയേല് ഒരു ബാറിൽ മദ്യപിക്കാനിരിക്കുകയാണ്. അവന്റെ മദ്യത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട രാജ്ഞി നെഥാനിയേലിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. നെഥാനിയേൽ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്നും ഒരു ജോലി കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കാൻ പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞ രാജ്ഞി നെഥാനിയേലിനെ അധിക്ഷേപിക്കുന്നുണ്ട്. 2 ആപ്പിൾ നീ നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് ഇനി ഞാൻ തന്നെ നേരിൽ വന്നോളാം എന്ന് രാജ്ഞി പറയുകയാണ്. പെട്ടെന്ന് അവിടെ വെള്ളം നിറഞ്ഞിരുന്ന മുഴുവൻ ബോട്ടിലുകളും പൊട്ടിത്തകർന്നു. ഇതേ സമയം ജിസേലും എഡ്വാർഡും അവിടെ കറങ്ങി നടക്കുകയായിരുന്നു. കുറെ സാധനങ്ങളൊക്കെ അവർ വാങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് തിരികെ ആന്റനേഷ്യയിലേക്ക് പോയാലോ എന്ന തരത്തിൽ എഡ്വാർഡ് അവളോട് ചോദിച്ചു. പക്ഷേ ജിസേലിന് അപ്പോഴും തിരികെ പോവാനുള്ള മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. നമ്മളിനിയും കുറെ കൂടി അറിയാനുണ്ട്, അതിനുശേഷം പോവാം എന്നവൾ മറുപടി പറഞ്ഞു. ഇനി എങ്ങോട്ടാപ്പ പോവേണ്ടത് എന്ന് എഡ്വാർഡ് ചോദിച്ചു. അന്ന് റോബർട്ടും നാൻസിയും കൂടി ഒരു ഡാൻസ് ഷോക്ക് പോവാൻ പ്ലാൻ ചെയ്തിരുന്നു. അതവൾ കേട്ടതുമാണ്. അവരെപ്പറ്റി ഓർത്തെ അവൾ നമുക്കും അങ്ങോട്ടേക്ക് പോകാം എന്ന് എഡ്വാർഡിനോട് പറഞ്ഞു. പിന്നാലെ ജിസേൽ നേരെ റോബർട്ടിന്റെ വീട്ടിലേക്ക് ചെന്നു. മോർഗാൻ അവിടെ വസ്ത്രത്തിന്റെ ഭംഗി നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ചെന്ന് ജിസേൽ അവളുടെ അടുക്കൽ താൻ ഡാൻസ് ഷോക്ക് പോകുന്നുണ്ടെന്നും അവിടെ ഏതുതരം വസ്ത്രമാ ധരിക്കേണ്ടത് എന്നും മോളോട് ചോദിച്ചു. മോർഗാൻ ഉടനടി അതിന് ജിസേലിനെ സഹായിക്കാമെന്നേറ്റു. അച്ഛന്റെ ക്രെഡിറ്റ് കാർഡ് അവൾ ജിസേലിന് എടുത്തുകൊടുത്തു. ശേഷം അവളെയും കൂട്ടി മോർഗാൻ ഷോപ്പിങ്ങിന് പോയി. ആവശ്യമുള്ള സാധനങ്ങളൊക്കെയും അവർ അവിടെ നിന്ന് വാങ്ങി. ശേഷം അവർ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി. അവിടെ വെച്ച് മോർഗാൻ ജിസേലിനോട് അമ്മയുടെ കൂടെ ഷോപ്പിംഗ് ചെയ്ത ഇങ്ങനെയാണോ ഫീൽ ചെയ്യുക എന്ന തരത്തിൽ ചോദിച്ചു. എനിക്കറിയില്ലെന്നായിരുന്നു ജിസേലിന്റെ മറുപടി. പക്ഷേ മോർഗാൻ തന്നെ തന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്നു എന്ന് ജിസേൽ മനസ്സിലാക്കിയിരുന്നു. ഇതേ സമയം മറുവശത്ത് ദുഷ്ടയായ രാജ്ഞിയും ന്യൂയോർക്ക് നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തന്റെ മന്ത്രശക്തി കൊണ്ട് ഒക്കെയും നിയന്ത്രിച്ച് രാജ്ഞി മുന്നേറിക്കൊണ്ടിരുന്നു. അടുത്തുള്ള ഫൗണ്ടൈനിലെ വെള്ളം ഉപയോഗിച്ച് ജിസേൽ
ജിസേൽ ഇപ്പോ എവിടെയാണുള്ളത് എന്ന് രാജ്ഞി കണ്ടു മനസ്സിലാക്കി. ഇതേ സമയം ഡാൻസ് ഷോ അരങ്ങേറുകയായിരുന്നു. റോബർട്ടും നാൻസിയും ആ ഡാൻസ് ഷോയിൽ സ്പെഷ്യൽ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അതിമനോഹരിയായി അണിഞ്ഞൊരുങ്ങി എഡ്വാർഡിനൊപ്പം ജിസേൽ കടന്നു വന്നു. റോബർട്ടിനെ കണ്ടതും ജിസേൽ സന്തോഷിക്കുന്നുമുണ്ട്. പിന്നാലെ അവർ 4 പേരും കണ്ടുമുട്ടി. ജിസേൽ എഡ്വാർഡിനെ നാൻസിക്ക് പരിചയപ്പെടുത്തുമ്പോ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തീർത്തു. പക്ഷേ എഡ്വാർഡ് ജിസേലിനെ പറ്റി പറയുമ്പോഴാകട്ടെ കുറേയധികം കാര്യങ്ങൾ ഏറെ മനോഹരമായി അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. എഡ്വാർഡ് അങ്ങനെ സംസാരിക്കുന്നത് നാൻസിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അടുത്തതായി ഡാൻസ് ഷോയിൽ അവരുടെ പേരുകളെ മാറ്റി അവർക്ക് ഡാൻസ് ചെയ്യാമായിരുന്നു. അങ്ങനെ എഡ്വാർഡ് നാൻസിക്കൊപ്പവും റോബർട്ട് ജിസേലിനൊപ്പവും ഡാൻസ് ചെയ്യാൻ തയ്യാറായി. റോബർട്ടും ജിസേലും ഒന്നിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ ഇരുവരുടെയും ഉള്ളിലെയും സ്നേഹം അവിടെ പ്രകടമാകുന്നുണ്ടായിരുന്നു. എഡ്വാർഡ് അത് നോക്കിക്കണ്ടു. നാൻസിക്കും അത് കണ്ട് അസൂയ തോന്നുന്നുണ്ടായിരുന്നു. പിന്നാലെ നാൻസിയും എഡ്വാർഡും അവരുടെ അടുത്തേക്ക് ചെന്നു. എഡ്വാർഡ് ജിസേലിനെ കൂട്ടിക്കൊണ്ടുപോന്നു. നാൻസി റോബർട്ടിനെയും. കുറച്ചു നീങ്ങിയപ്പോ ജിസേലിന്റെ ഓവർകോട്ട് താൻ എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവളെ തനിച്ചു നിർത്തി എഡ്വാർഡ് അവിടെ നിന്ന് പോന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മന്ത്രവാദിനിയുടെ രൂപത്തിൽ രാജ്ഞി അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അവരെ കണ്ടതും ജിസേൽ ഒന്ന് ഞെട്ടിയിരുന്നു. അവർ കാരണമാണല്ലോ താനിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞവൾ ചെറിയ ദേഷ്യം കാണിക്കാൻ തുടങ്ങിയതും അത് തനിക്കൊരു അബദ്ധം പറ്റിയതാ, അത് ശരിയാക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നവർ ജിസേലിനോട് പറഞ്ഞു. ആ സമയം നാൻസിയും റോബർട്ടും ഡാൻസ് ചെയ്യുന്നത് അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. രാജ്ഞിക്ക് കാര്യം മനസ്സിലായി. ജിസേലിന് അവനോടൊരു ഇഷ്ടമുണ്ടെന്ന്. രാജ്ഞി അത് തന്നെ തന്ത്രമായി പ്രയോഗിച്ചു. ദാ ഈ ആപ്പിള് കഴിച്ചാ മതി, നീ ഈ നാട്ടിലേക്ക് വന്നതും ഇവിടുള്ള കാര്യങ്ങളും ഒക്കെ മറക്കും, നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്യാം. ജിസേൽ അത് വാങ്ങി ഒരു കടി കടിച്ചു. പിന്നെ പറയണ്ടല്ലോ, ആ ക്ഷണം അവൾ മയങ്ങി വീണു. പിന്നാലെ രാജ്ഞി അവളെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. പക്ഷേ രാജ്ഞി പോവാൻ നോക്കുമ്പോഴേക്കും എഡ്വാർഡ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. രാജ്ഞിയെ എഡ്വാർഡ് നേരിൽ കാണുകയും ചെയ്തു. പക്ഷേ എഡ്വാർഡിനെ കണ്ടതും രാജ്ഞി നല്ലവരെ പോലെ അഭിനയിച്ചു. ജിസേലിനെ പൊക്കിയെടുത്ത് ജിസേലിന് എന്താ പറ്റിയതെന്ന് മനസ്സിലാവാത്ത അവൻ ഇവിടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. രാജ്ഞിയാണെങ്കിൽ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല, അവളെ തന്നെ മയങ്ങി വീണപ്പോ രക്ഷിക്കാൻ നോക്കിയതാ എന്ന മട്ടിലൊക്കെ പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. കൃത്യസമയമാണ് അങ്ങോട്ടേക്ക് നെഥാനിയേൽ കടന്നു വരുന്നത്. രാജ്ഞിയോട് ദേഷ്യം തോന്നിയിരുന്ന നെഥാനിയേൽ രാജ്ഞിയുടെ ക്രൂരതകളെപ്പറ്റി അവിടെ വെച്ച് എഡ്വാർഡിനോട് വിശദീകരിച്ചു പറഞ്ഞു. എഡ്വാർഡിന് ദേഷ്യം വന്നു. രാജ്ഞിയോട് അവൻ കലഹിക്കാൻ തുടങ്ങി. പെട്ടെന്ന് രാജ്ഞി തന്റെ മന്ത്രമൊക്കെ വെച്ച് എഡ്വാർഡിന്റെ ഓർമ്മയിൽ നിന്നും അത് മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ്. നെഥാനിയേൽ അപ്പോഴേക്കും ഒരു വാളെടുത്ത് രാജ്ഞിയുടെ കഴുത്തിൽ വെച്ച് രാജ്ഞിയുടെ മന്ത്രം ചൊല്ലൽ നിർത്തിപ്പിച്ചു. എഡ്വാർഡിനെ രക്ഷപ്പെടുത്തി. അപ്പോഴേക്കും റോബർട്ട് ജിസേലിനടുത്തു വന്ന് ജിസേലിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ജിസേലാണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല. യഥാർത്ഥ പ്രണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ചുംബനമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ എന്ന് ജിസേൽ ഇടയ്ക്കിടയ്ക്ക് പറയും എന്ന് പറഞ്ഞ റോബർട്ട് അതൊന്ന് ശ്രമിച്ചു നോക്കാൻ എഡ്വാർഡിനോട് പറഞ്ഞു. എഡ്വാർഡ് അതോടെ ജിസേലിന് അടുത്തെത്തി ജിസേലിനെ ചുംബിക്കുകയാണ്. പക്ഷേ ജിസേലിന് അപ്പോഴും ഒരു മാറ്റവും ഉണ്ടായില്ല. അവൾ മയങ്ങിക്കിടക്കുകയായിരുന്നു. സമയമാണെങ്കിൽ 12 അടുക്കാറാകുന്നു. രാജ്ഞി അത് കണ്ട് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എഡ്വാർഡ് പെട്ടെന്നൊന്ന് ചിന്തിച്ചു. ജിസേലിന് ഒരുപക്ഷെ ഇപ്പോ എന്നോടായിരിക്കില്ല സ്നേഹം, നിന്നോടായിരിക്കും, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് എഡ്വാർഡ് റോബർട്ടിനോട് പറഞ്ഞു. റോബർട്ട് അതിനൊന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ നോക്കിയെങ്കിലും നാൻസി കൂടി പറഞ്ഞതോടെ റോബർട്ട് ജിസേലിനടുത്തു ചെന്നു. അല്പം മടിയോടെയെങ്കിലും അവളെ ചുംബിച്ചു. റോബർട്ടിന്റെ ചുംബനം ജിസേലിന് ലഭിച്ചതോടെ ജിസേൽ പെട്ടെന്ന് മയക്കത്തിൽ നിന്നുണരുകയാണ്. റോബർട്ടിനെ അവൾ കെട്ടിപ്പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളാകട്ടെ ഈ നടക്കുന്നതൊക്കെ ഒരു നാടകമാണ് എന്ന് ചിന്തിച്ച് കൈയടിക്കാനും ആർപ്പ് വിളിക്കാനുമൊക്കെ ആരംഭിച്ചു. അതുകൂടി ആയതോടെ രാജ്ഞിക്ക് എന്തുകൊണ്ടോ വലിയ ദേഷ്യം വന്നിരുന്നു. നെഥാനിയേലിനടുത്തു നിന്നും വാൾ കരസ്ഥമാക്കിയ രാജ്ഞി എന്റെ ശക്തി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് മന്ത്രശക്തി കൊണ്ട് സ്വയം ഒരു ഡ്രാഗണായി മാറി. പിന്നാലെ ജിസേലിനെതിരെ ചെന്ന് എല്ലാത്തിനും കാരണക്കാരിയായ നിന്നെ കൊല്ലാൻ പോകുന്നുവെന്ന് ഡ്രാഗൺ രൂപത്തിലുള്ള രാജ്ഞി പറഞ്ഞു. പക്ഷേ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ റോബർട്ട് വട്ടം വന്നു. അതോടെ റോബർട്ടിനെ പിടിച്ചുകൊണ്ട് രാജ്ഞി പോവുകയാണ്. റോബർട്ടിനെ രക്ഷിക്കാൻ ജിസേല് പിന്നാലെ ചെന്നു. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് റോബർട്ടിനെ ഇട്ട് കൊല്ലാനായിരുന്നു ഡ്രാഗൺ രൂപത്തിലുള്ള രാജ്ഞിയുടെ പദ്ധതി. ഇതേ സമയം ഒരു ബോളിനുള്ളിൽ പിപ്പ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തന്നെ പുറത്തെത്തിച്ച താൻ സഹായിക്കാം എന്ന് പിപ്പ് അഭിനയിച്ചു കാണിച്ചു. ആദ്യമായി പിപ്പ് പറയാൻ ശ്രമിക്കുന്നത് എന്തെന്ന് എഡ്വാർഡിന് മനസ്സിലായി. പിപ്പിനെ അവൻ പുറത്തെടുത്തു. ജിസേലും ഡ്രാഗണും തമ്മിൽ ആക്രമണം നടക്കുകയായിരുന്നു. ഡ്രാഗൺ ഒരു കമ്പിയിൽ തൂങ്ങി താഴെ വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. കുറച്ചുകൂടി വെയിറ്റ് ചെന്നാൽ അപ്പോൾ ഡ്രാഗൺ താഴെ വീഴും. രക്ഷപ്പെട്ട് അങ്ങോട്ടേക്കെത്തിയ ചിപ്മങ് നേരെ ഡ്രാഗന്റെ ദേഹത്തേക്ക് കയറി. പിന്നെ പറയണ്ടല്ലോ, പിടിച്ച കമ്പിയൊടിഞ്ഞ് ഡ്രാഗൺ താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു. താഴേക്ക് വീഴാൻ പോയ റോബർട്ടിനെ ജിസേല് രക്ഷപ്പെടുത്തുകയും ചെയ്തു. താഴേക്ക് പതിച്ച ഡ്രാഗൺ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി.
റോബർട്ടും ജിസേലും അവിടെ വെച്ചൊന്നിക്കുകയായിരുന്നു. മറുവശത്ത് എഡ്വാർഡ് ആകട്ടെ നാൻസിയുമായിട്ടടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ഇരുവരും പ്രണയത്തിലായി. എഡ്വാർഡ് നാൻസിയെയും കൊണ്ട് തന്റെ കാർട്ടൂൺ ലോകത്തേക്ക് പോയി. അവിടെ വെച്ച് അവർ വിവാഹം കഴിച്ചു. ഭൂമിയിൽ തുടർന്ന് ജിസേലാകട്ടെ മോർഗാന്റെയും റോബർട്ടിന്റെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനും ആരംഭിച്ചു. അങ്ങനെയേറെ ശുഭകരമായി എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.